അന്ന് മേഡം ഈ കേസിൽ വളരെ മുന്നോട്ട് പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആ കേസിന്റെ ഫയല് ഡിപ്പാർട്ട്മെന്റിൽ കാണുന്നില്ല. അത് പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇവിടെയാണ്. അതൊന്ന് എടുത്തു തന്ന വലിയ ഉപകാരമായിരുന്നു. ഇവിടെയോ? അതെ, ഇവിടെ തന്നെ. ഈ വർഷം ക്ലാസ് തുടങ്ങിയിട്ട് കുട്ടികളോട് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ആ, നിങ്ങളുടെ ക്ലാസ് മിസ് ചെയ്യുന്നുണ്ടെന്ന് ധ്വനിമോള് പറഞ്ഞായിരുന്നു. മോളോടെ? അവള് സ്കൂളിലേക്ക് പോയി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വാ. ശരി. ശരി സർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾ പോലീസിൽ നിന്നാ. ആരാ ദേവാ? പോലീസിൽ നിന്നാ. ഇത് ജയശ്രീ മേഡത്തിന്റെ വീടല്ലേ? അതെ, വാ അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുണ്ടേ. എന്താ കാര്യം? ഞങ്ങള് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കോൾഡ് കേസുകൾ അന്വേഷിക്കുന്ന ഒരു ടീമാണ്. പണ്ട് ജയശ്രീ മേഡം അന്വേഷിച്ചിരുന്ന ഒരു കേസിന്റെ പിന്നാലെയാണ് ഞങ്ങള്. അന്ന് മേഡം ഈ കേസിൽ വളരെ മുന്നോട്ട് പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആ കേസിന്റെ ഫയല് ഡിപ്പാർട്ട്മെന്റിൽ കാണുന്നില്ല. അത് പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇവിടെയാണ്. അതൊന്ന് എടുത്തു തന്ന വലിയ ഉപകാരമായിരുന്നു. ഇവിടെയോ? അതെ, ഇവിടെ തന്നെ. ഇവിടെ ഫയലൊന്നുമില്ലല്ലോ. ജയശ്രീ ജോലിയുടെ കാര്യത്തിലും വീട്ടിലെ കാര്യത്തിലും ഒരുപാട് ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറിയിരുന്ന ഒരാളാ. ജോലിയുടെ കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ജയശ്രീക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇനി അഥവാ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. അവര് മരിച്ച ശേഷം ഈ വീട്ടിൽ ആ സ്ത്രീയുടേതായി ഉണ്ടായിരുന്നതെല്ലാം ഞങ്ങൾ തന്നെ തീട്ടി കത്തിച്ചു. എന്നാലും അറിയാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയെടുത്ത് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേ. ഇതൊക്കെ എത്ര വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാ. അന്ന് എന്തെങ്കിലും ഇവിടെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അറിയാതെ പോവോ? അറിയാതെ പോകും. നിങ്ങളൊന്ന് നോക്കണം. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ കയറി നോക്കാം. നിങ്ങൾ സഹകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. നിങ്ങൾ പറഞ്ഞ ഫയലുകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇല്ലാന്ന് പറയുന്നത്. അതെ, നിങ്ങളുടെ ഫയൽ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴേ തന്നനെ. എന്താ അവിടെ പ്രശ്നം? ഏയ് ഒന്നുമില്ല. പോലീസിന് ഒന്ന് രണ്ട് വിവരങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാ. ആ ശരി ശരി ശരി, ഞങ്ങളെന്നാ പിന്നെ വരാം. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫയൽ കണ്ണിപ്പെട്ടാ അതൊന്ന് എടുത്തു വെച്ചേക്കണേ. ശരി, വാ. വാ, തൽക്കാലം പോ. ഞാൻ വിളിക്കാമേ. എന്ത് പോലീസൊക്കെ വന്നിട്ട് പോയത്? അല്ല, കുട്ടനെ അവരെ അറിയോ? ഇല്ല, ആ വേഷം കണ്ട് ചോദിച്ചതാ. കാക്കി പാന്റും ഷൂ കെട്ടിക്കുന്നു, പിന്നെ ഒരുത്തൻ താടിയും വെച്ചിരിക്കുന്നു. ആ, ആർക്കറിയാം. എന്തിനാട്ടാ വന്നത്? അത് ജയശ്രീയെ കുറിച്ച് ചോദിച്ചു വന്നതാ.
ജയശ്രീയെ കുറിച്ചോ? എന്താ ചോദിച്ചവന്മാര്? പറയാം. അവര് പോലീസ് അല്ലെന്ന് കുട്ടേട്ടൻ ഉറപ്പാണോ? അതേ മോളെ, അവര് ഈ കോൾഡ് കേസ് അന്വേഷിക്കുന്ന ആൾക്കാരെന്നാ പറഞ്ഞത്. ഉടനെ തന്നെ ഞാൻ ജോർജ് സാറിനെ വിളിച്ചു. അപ്പോൾ കോൾഡ് കേസ് നോക്കുന്നത് ക്രൈം ബ്രാഞ്ച് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജയശ്രീ ചേച്ചിയുടെ കേസ് ഫോളോ ചെയ്യുന്നത് നമ്മൾ മാത്രമാണെന്നും പറഞ്ഞു. പിന്നെ ആ വന്നവരുടെ രൂപം വെച്ച് ഞാനൊന്ന് തിരക്കി. അങ്ങനെ രണ്ടുപേര് ഡിപ്പാർട്ട്മെന്റിലുള്ളതായിട്ട് അറിയാൻ സാധിച്ചില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അമ്മയെ അന്വേഷിച്ച് അങ്ങനെ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്തെങ്കിലും വലിയൊരു കാരണം ഉണ്ടാവും. അവരന്വേഷിക്കുന്ന ഫയലിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാവും. ആ, അതും ആ മേനോന്റെ പണി തന്നെ ആയിരിക്കും, അല്ലാതെ ആരാവാനാ? അറിയില്ല. എന്തായാലും ഏതോ ഒരു ഫയല് അമ്മ എവിടെയോ ഭദ്രമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. കുട്ടേട്ടൻ വീട്ടിലെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഞാനൊന്ന് കാര്യമായിട്ട് അന്വേഷിക്കട്ടെ. ആ ശരി മോളെ. ഓക്കെ കുട്ടേട്ടൻ. ഈ കാര്യം ഉടനെ കിരണിനോട് പറയണം. കിരൺ, അല്ല, ഞാൻ ഓഫീസിലല്ല. ഒരു 3 മണി. അതാരാ നോക്കി? മോളെ, ഓക്കെ. വാ. പപ്പ ഇപ്പൊ വരാട്ടോ.